റോയ്ചായ വോട്ടെടുപ്പ് ദിവസവും ശബരിമല ലൈവാക്കി നിർത്താനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. അതിനൊരു വലിയ തിരിച്ചടിയായില്ലേ ഈ അടൂർ പ്രകാശിൻ്റെ ദിലീപ് അനുകൂല പ്രസ്താവന? ഈ കോൺഗ്രസ് പാർട്ടിയിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാന്ന് പറയുന്ന ഒരു അവസ്ഥ പണ്ട് മുതലേ ഉള്ളൂ. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ഒരു 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 പ്രശ്നത്തിൽ ഏകാഭിപ്രായം പറയാൻ ഇതുവരെ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ നേതാവും ഓരോ വഴിയെ ഈ പാർട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഓരോരുത്തരുടെയും പ്രസ്താവന പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് തിരിച്ചറിയാനുള്ള ബോധവും വിവരമുള്ള നേതാക്കന്മാരില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഈ അടൂർ പ്രകാശ് ഇന്ന് ഈ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ് ഒരളവോളം വിജയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വന്ന് ഇപ്പോൾ ഇന്നലെ ഈ ദിലീപ് കേസിനകത്ത് കോൺഗ്രസ് തന്നെ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ വന്നിട്ടാണ് പറയുന്നത്. ദിലീപിനോടൊപ്പമാണെന്നുള്ള മട്ടിൽ അടൂർ പ്രകാശ് അദ്ദേഹം രാവിലെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വന്ന് ചാനലുകളോടൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ അപ്പീൽ പോകുന്നതിനെതിരായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് സർക്കാരിന് വേറെ പണിയൊന്നുമില്ല, അപ്പീൽ കൊടുത്ത ആൾക്കാരെ കുഴപ്പത്തിൽ ചാടിക്കുക എന്നുള്ളതാണ്, ദ്രോഹിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന എവിടെയാണ് ഒരു വശത്ത് നിങ്ങൾ അതിജീവിതമാരോടൊപ്പമാണെന്ന് ഈ പാർട്ടി പറയുന്നു, മറുവശത്ത് അതിൻ്റെ പേരിൽ വലിയ തോതിൽ ഒരു MLA തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ്. അതിജീവിതമാർക്ക് വേണ്ടി ഒരു യുവ MLA പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം എടുത്തൊരു നിലപാട് ദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് കോൺഗ്രസിൻ്റെ MPയും UDF കൺവീനറുമായ വ്യക്തി പറയുന്നത് ഞങ്ങൾ ദിലീപിൻ്റെ നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ എന്താണോ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിനകത്തു നിന്നെല്ലാം നിങ്ങൾ പിന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കോൺഗ്രസ് വാചാലമായി സംസാരിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങളെ മുഴുവൻ അണ്ടർമൈൻ ചെയ്യുകയും അതിനെ തന്നെ നിരാകരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് അടുത്ത ഡയലോഗ് വരുന്നത്. അപ്പോൾ എവിടെയാണ് മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോവുക? എന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറുള്ളിൽ തന്നെ പറഞ്ഞത് തന്നെ തിരിച്ചു പറയേണ്ടി വന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ KPCC നേതൃത്വം ഇല്ലാത്തതിൻ്റെ ഒരു ശാപമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു പാർട്ടി ഒരു നിലപാടെടുത്ത് പാർട്ടിയുടെ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്തുടരണം എന്നുള്ള സാമാന്യ ബുദ്ധി ഈ നേതാക്കന്മാർക്ക്, ഈ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതിൻ്റെയാണ് ഇത് സംഭവം. ഒന്നിൽ പറയണം, പ്രസ്താവന പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് ഈ പാർട്ടിയുടെ പ്രസിഡൻ്റാണ്, അല്ലാതെ മറ്റാരും അല്ലെങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുന്നൊരു ഘട്ടത്തിൽ മാത്രമേ പാർട്ടി നിലപാടുകൾ പറയാവൂ എന്ന് പറയാനുള്ള ആർജവും ഇവിടെ വന്നിരിക്കുന്ന ഈ സമീപകാലത്തുള്ള നേതാക്കന്മാർക്കൊന്നും ഇല്ലാതെ പോകുന്നതിൻ്റെ ദുരന്തമാണിത്. എന്ത് കാര്യത്തിലാണ് പാർട്ടിയുടെ നിലപാടുകൾ ഇങ്ങനെ വഴിയെ പോകുന്നവരെല്ലാം പ്രഖ്യാപിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കണ്ടേ? ഇന്ന് രാവിലെ തന്നെ വളരെ ഖണ്ഡിതമായ 2 തീരുമാനങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞാണ് KPCC പ്രസിഡന്റും പറഞ്ഞു, പ്രതിപക്ഷ നേതാവും പറഞ്ഞു കഴിഞ്ഞു. അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് അംഗീകരിക്കാത്തതിൻ്റെ കുഴപ്പമാണല്ലോ ഈ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അയഞ്ഞ നേതൃത്വം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഈ അടൂർ പ്രകാശ് UDFൻ്റെ കൺവീനറായിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു തീരുമാനം പറയാനുണ്ടായ സാഹചര്യം? ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നുമില്ല. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ ചുമതലപ്പെടുത്തിയത് എന്നൊന്നും ഇതുവരെ ഈ പാർട്ടി വ്യക്തമാക്കിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന എഡ്ജുകൾ, രാഷ്ട്രീയമായി നിങ്ങൾക്ക് കിട്ടുന്ന മുൻതൂക്കം, അതെല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ തന്നെയാണ്. എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ പാർട്ടി വെട്ടിലായതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നങ്ങൾ. അയാൾക്കെതിരെ പരാതി വന്ന സമയത്ത് അന്ന് പുറത്താക്കാതെ ചുറ്റിക്കളിച്ചുകൊണ്ടിരുന്നു. അന്നും അടൂർ പ്രകാശ് പറഞ്ഞു കോടതിയിൽ നിന്ന് നല്ല വാർത്ത. അപ്പോൾ അത് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള എന്നിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ KPCC പ്രസിഡന്റിനായാലും പ്രതിപക്ഷ നേതാവിനായാലും ഇത്തരക്കാരെ നിയന്ത്രിക്കാനുള്ള ഒരു ബാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി തന്നെ പറയണം, പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ വേറെ ആരും പറയരുത്, KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവുമാണ് പറയേണ്ടതെന്നുള്ള ഒരു തീരുമാനം എത്തണ്ടേ? ഇത് ചുമ്മാ വഴിയെ പോകുന്നവരെല്ലാം കയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫലം നിങ്ങൾ തന്നെ ദുരന്തം അനുഭവിക്കുന്നു. അതിനകത്ത് വരെ വ്യത്യാസവുമില്ല. അതെ, ഈ വിഷയം പറഞ്ഞ് കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്ത് CPMൻ്റെ ഒരു മുൻ MLAക്കെതിരെ തന്നെ ഒരു ആരോപണം വന്നു, അതിലൊരു ലൈംഗിക ആരോപണം വന്നു, അതിലൊരു കേസ് വന്നു. ആ വിഷയം അഡ്രസ്സ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞേ, ഈ മലന്ന് കിടന്ന് തുപ്പുക എന്നുള്ളതാണ് ഇവരുടെ കോൺഗ്രസുകാരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഇന്നലെ തന്നെ CPMൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് ഒരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായി നിൽക്കുകയാണ്. പരാതി കിട്ടിയ 2 ആഴ്ചകൾക്ക് ശേഷമാണ് ആ പരാതി തന്നെ പരിഗണിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയ പരാതി ആ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ കേസെടുക്കാനുള്ള നടപടിയിലേക്ക് പോയ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ പരാതി വന്നത്. അതിനെക്കുറിച്ചൊന്നും കോൺഗ്രസ്സുകാർക്ക് ഒരു മിണ്ടാട്ടവും ഇല്ല. ഒരാൾ പോലും ഇന്ന് ഈ മൈക്കിൻ്റെ മുമ്പിൽ വന്ന കസർത്ത് കാണിച്ച ഒരു നേതാവ് പോലും ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നോ ആ പരാതി വെച്ച് താമസിപ്പിച്ചെന്നോ എന്നൊന്നും മിണ്ടുന്നില്ല. ഇവിടെ ഇതാണ് സ്ഥിതി. സ്വന്തം
പാർട്ടിയുടെ കുഴി വെട്ടി അതിനകത്ത് മൂക്കി പഞ്ഞി വെച്ച് കടത്തുക എന്നുള്ളതാണ് ഓരോ നേതാവിൻ്റെയും പ്രധാന ഉദ്ദേശം തന്നെ, അവതാര ലക്ഷ്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടി. അപ്പോൾ ഇത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാനോ ഇത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയാക്കാനോ ഇതുവരെ കഴിയുന്നില്ല. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളാണ് CPM നേതാക്കൾ അത് തീവ്രത കുറഞ്ഞ ആരോപണമാണെന്നും എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. അല്ല, ഈ രമേശ് ചെന്നിത്തല വന്ന് രാവിലെ അയ്യപ്പൻ്റെ സ്വർണ്ണം മോഷ്ടിച്ചവരും അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെടില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു കളം ഒരുക്കിയതാണ്. അപ്പോൾ CPM ഒന്ന് പ്രതിരോധത്തിലായി. പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ കൃത്യമായി CPM അത് ഉപയോഗിച്ചു. അല്ല, CPM-നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പണി അത് തന്നെയാണ്, അവരത് ചെയ്യുന്നു വൃത്തിയായി. അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ വൃത്തിയായിട്ട്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ തല്ലിക്കൊഴിച്ച് കളയുന്നു. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് ഞാനത് പറഞ്ഞത്, ഈ പാർട്ടിക്ക് ഒരു ഏകീകൃത നേതൃത്വമില്ല. ഈ പാർട്ടിയിലെ ആരാണ് പാർട്ടിയുടെ നയം പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അല്ല, ഏകീകൃത നേതൃത്വം എന്ന് പറയുമ്പോൾ മുന്നണി കൺവീനറും കൂടെ ഉൾപ്പെട്ടതാണ്. അതാ പറഞ്ഞേ ഈ മുന്നണി കൺവീനർ പോലും പാർട്ടിയുടെ നയം, ഇത് പാർട്ടിയുടെ നിലപാടല്ലേ പറയുന്നത്, മുന്നണിയുടെ തീരുമാനമായിട്ടല്ലല്ലോ അദ്ദേഹം പറയുന്നത്. പാർട്ടിയുടെ തീരുമാനം പറയാൻ അദ്ദേഹത്തെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടതാരാണ്? KPC പ്രസിഡന്റാണ് പറയുന്നത്. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ പറയുന്നത് ഞാനാണ്. അതാണ് KPC പ്രസിഡന്റ് ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് KPC പ്രസിഡന്റാണ്. അത് ഉറക്കെ പറയുന്നതിനകത്ത് എന്താ കുഴപ്പം? അല്ല, ഇത് കോൺഗ്രസിലെ എല്ലാ കാലത്തും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വാളെടുക്കുന്നവരെ എല്ലാം വെളിച്ചപ്പാടാകുന്നതിൻ്റെ ദുരന്തമാണിത്. നിങ്ങൾ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ പറയാൻ KPC പ്രസിഡന്റിനെ അധികാരമുള്ളൂ എന്ന് KPC പ്രസിഡന്റ് ആർജവത്തോടുകൂടി രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. കാലത്തും വീണ്ടും പത്രസമ്മേളനം നടത്തുക എന്നുള്ളതല്ല, ചാനലുകാരെ കാണുമ്പോൾ പോയിരുന്ന് വളവള ഡയലോഗ് അടിച്ചിട്ട് വരുന്നതല്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ, നിലപാടുകൾ ആർജവത്തോടുകൂടി പറയുക. അത് പറയുന്നത് KPC പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും പറയാൻ വരില്ലല്ലോ. പിന്നെ പറയുന്നതിനൊന്നും പാർട്ടിക്ക് ബാധ്യതയില്ല എന്നൂടെ പറഞ്ഞാൽ തീരും. അല്ലെങ്കിൽ വേറൊരാൾ പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ തന്നെ ഈ പാർട്ടി ഔട്ടായി പോകൂലേ? ഇങ്ങനെ ചാടിക്കേറി നിലപാടുകൾ പറയുന്നവരുടെ അത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പോരെ, തീർന്നില്ലേ? അത് പറയുന്നില്ല, അത് പറയാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം. അടൂർ പ്രകാശ് ഇപ്പോൾ തിരുത്തി പറഞ്ഞത് എല്ലാം കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഒരു പൊതുബോധം എന്ന് പറയുന്നത് അതിജീവിതയ്ക്കൊപ്പം എന്നാണ്. അല്ല, കോൺഗ്രസിൻ്റെ ഈ സാധ്യതകളൊന്നും ഇല്ലെങ്കിലും ഈ പാർട്ടിയുടെ ഒരു നിലപാടുകളെ അത് ബാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതായത് ഇവർക്കൊരു കൂട്ടായ നേതൃത്വമില്ലെന്നും ഇവരെ എല്ലാം ഓരോ വഴിയാണ് ഓരോ നേതാവ് പോകുന്നതെന്നും ഉള്ളൊരു ധാരണ ഉണ്ടാവും. അത് ശരിയായ കാര്യമാണ്. കാരണം ഞാനതാ പറഞ്ഞത്, ഒരു പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കേണ്ട ആ പാർട്ടിയുടെ ചുമതലപ്പെട്ട ഏറ്റവും പരമോന്നത സ്ഥാനം വഹിക്കുന്ന ആളാണ് ആ പാർട്ടിയുടെ നിലപാട് പറയേണ്ടത്. അതിന് പകരം ഇങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ കയറി നിലപാട് പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇല്ലേ, ഈ പാർട്ടിയിൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? 100 പേര് വന്ന് 100 തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് സാധാരണക്കാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ വന്നിട്ടാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കുന്ന വിഷയങ്ങളല്ലെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ആൾക്കാരുടെ ഇടയിലുണ്ടാകുന്ന ധാരണയ്ക്ക് അവരുടെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ പോകുന്നത്. അത് തിരുത്താനും അത് നിയന്ത്രിക്കാനുമുള്ള ചുമതലയുള്ള പാർട്ടിയുടെ നേതൃത്വമാണ് അതിനകത്ത് ഇടപെടേണ്ടത്. ഇത്തരത്തിൽ ഉള്ള ഈ പ്രസ്താവന നടത്തി അടുത്ത സെക്കൻഡിൽ തന്നെ എന്താണ് പറയുന്നത്? ഈ മുന്നണി കൺവീനർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തീരുമാനമല്ല, അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പരസ്യമായി തള്ളി പറയേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ വീണ്ടും അഴകുഴമ്പൻ മട്ടിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രസ്താവന തിരുത്തിക്കാൻ നോക്കുകയും അത് ആദ്യത്തേനേക്കാട്ടിൽ തന്നെ അപകടകരമായ രീതിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അവിടെയാണ് ഒരു ശക്തമായ ആർജവമുള്ള നേതൃത്വം ഉണ്ടാകാത്തതിൻ്റെ ദുരന്തമാണ് ഇതെല്ലാം ഈ കാണുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലാണ് ഇനി ആൾക്കാരെ ബാധിക്കുന്നു എന്നുള്ളത്. ഇപ്പം ഒരു കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയുടെ ഉൾപാർട്ടി ചർച്ചയ്ക്കകത്താണ് ജനാധിപത്യം. അല്ലാതെ ഈ പാർട്ടിയുടെ വ്യക്തമായ നിലപാടുകൾക്കെതിരെ വന്ന് ഓരോരുത്തർ സംസാരിക്കുന്നതല്ലല്ലോ ജനാധിപത്യം. എപ്പോഴും കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയായിട്ട് പലതരത്തിൽ അതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജനാധിപത്യം നിങ്ങളുടെ പാർട്ടിയുടെ ഇന്നർ സർക്കിളിൽ നടത്തുകയും പൊതുവായി പാർട്ടി എടുത്ത തീരുമാനത്തിനോടൊപ്പം തന്നെ എല്ലാ നേതാക്കളും അണികളും ഉറച്ചു നിൽക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാക്കണം. അതിന് കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് വോട്ടർമാരുടെ ഇടയിൽ ഈ പാർട്ടിയെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്നതിനും വോട്ടർമാരുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും ഇടയാക്കും. അത് ഒഴിവാക്കാനാണ് ഈ പാർട്ടിയുടെ നേതൃത്വം ശ്രമിക്കേണ്ടത്. അതിനൊന്നും കഴിയാതെ പോകുന്നു. അതാണ് പ്രധാന പ്രശ്നം.